ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു. ഇതെൻ്റെ 2025 ഫസ്റ്റ് വ്ലോഗാണ്. എൻ്റെ സൗണ്ട് സിസ്റ്റം അത്രയ്ക്ക് ശരിയല്ല, ഇപ്പോൾ ഒരുവിധം റിക്കവറായി വരുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ്ലി ആയിട്ടില്ല. സോ നമ്മൾ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് പോവുകയാണ്. മോർണിംഗ് 4:30ക്കാണ് ഫ്ലൈറ്റ് വരുന്നത്. സോ നമ്മുടെ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഗേറ്റിലേക്ക് നടക്കുകയാണ്. ഈ കാണുന്ന എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിലാണ് നമ്മൾ ദുബായിലേക്ക് പോകുന്നത്. പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഉറക്കം തൂങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫി ഓർഡർ ചെയ്തു. പക്ഷെ കുടിച്ചപ്പോൾ അത് കോഫിയാണോ ചായ ആണെന്ന് പോലും കൂടെ എനിക്ക് മനസ്സിലായില്ല. രണ്ടും കെട്ട ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴേക്കും നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനൗൺസ്മെൻറ്റ് വന്നിരുന്നു. പിന്നെ ബോർഡിങ് ആരംഭിച്ചു. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിരിക്കുന്നു. പിന്നെ കുറച്ച് ഷോ ഓഫ് ആകാമല്ലോ അതിൻ്റെ. ഞാനൊരു 15 ഇയേഴ്സ് ബാക്കാണ് എമിറേറ്റ്സിൽ ഫസ്റ്റായിട്ട് ട്രാവൽ ചെയ്യുന്നത്. സോ അന്നുള്ളതിനെക്കാട്ടിനും കുറച്ചുകൂടെ നല്ല ചേഞ്ചസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് അവർ അന്നും ഇന്നും നല്ലപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്കൈ, അതിലെ സ്റ്റാർസൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മുടെ നാട്ടിലെ ചില എയർലൈൻസൊക്കെ ഇവരെ മാതൃകയാക്കേണ്ടതാണ്, കാരണം അത്രയ്ക്കും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അപ്പോഴേക്കും സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തു. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവരിങ്ങനെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെനു കാർഡ് അവർ കൊണ്ടുവന്നായിരുന്നു. അതിൽ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. മഷ്റൂം ഓംലെറ്റ് വിത്ത് കൊറിയാൻഡറും പൊങ്കലും ആയിരുന്നു. പിന്നെ ആദ്യം അവർ ചൈൽഡ് മീലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചൈൽഡ് മീലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചീസ് ഓംലെറ്റ് വിത്ത് ബേക്ക്ഡ് ബീൻസ് ആൻഡ് കോൺഫ്രിറ്റേഴ്സ് ആയിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആപ്പറ്റൈസർ ഉണ്ടായിരുന്നു. വെള്ളം, ബിസ്ക്കറ്റ്, ബ്രെഡ്, ബട്ടർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൊച്ച് നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ അവളുടെ മീലും കൂടെ തട്ടിയെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മുടെ മീൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചൂസ് ചെയ്തത് പൊങ്കലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ആപ്പറ്റൈസറും നമ്മുടെ ഒരു ഡെസേർട്ടായിട്ട് ബൂന്തി മലായി അങ്ങനെ എന്തോണ് കിട്ടിയത്. പിന്നെ ഒരു ടീ റസ്ക് പാവ് ഉണ്ടായിരുന്നു. പിന്നെ കട്ട്ലറീസൊക്കെ ഭയങ്കര നീറ്റായിട്ടാണ് അവർ നമുക്ക് തരുന്നത്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ ജ്യൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓറഞ്ച് ജ്യൂസ് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, കുറച്ച് പുളിപ്പും കയ്പും ചേർന്നൊരു ടൈപ്പാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊങ്കലിൻ്റെ കൂടെ തന്നെ റാഗി, ബട്ടൺ, ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ ആപ്പിൾ ജ്യൂസ് എടുത്ത് മോന്തിയിട്ട് കുറച്ച് ഷോ ഓഫ് കാണിച്ചു, കാരണം ഫ്ലൈറ്റിലല്ലേ കുറച്ച് ഇതായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓരോ ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ആദ്യം തന്നെ പൊങ്കലാണ് ടേസ്റ്റ് ചെയ്തത്. ആൻഡ് പൊങ്കൽ വാസ് ആബ്സല്യൂട്ട്ലി നൈസ്. നല്ല ചൂടും നല്ല ടേസ്റ്റും ആയിരുന്നു. പിന്നെ ഞാൻ റാഗി ബട്ടൺ, ഇഡ്ഡലിയും സാമ്പാറും കൂടെ ചേർത്ത് കഴിച്ചായിരുന്നു. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലായിരുന്നു. സാമ്പാറൊക്കെ ആണെങ്കിൽ അറ്റ പീക്കെന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. പിന്നെ പതിയെ എൻ്റെ കരങ്ങൾ ചൈൽഡ് മീലിലേക്ക് പ്രവേശിച്ചു. ആഹാ, അന്തസ്, നല്ല കളറും അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും. ചൈൽഡ് മീലിലുണ്ടായിരുന്നത് കോൺഫ്രിറ്റേഴ്സും ചീസ് ഓംലെറ്റും പിന്നെ ബേക്ക്ഡ് ബീൻസും ഒക്കെ ആയിരുന്നു. അതും കഴിച്ചു നോക്കി. അതും നല്ല അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറായിരുന്നു. അപ്പം എൻ്റെ മോളോട് ഞാൻ നന്ദി പറയുന്നു, അത്രയും നേരം ഉണരാതിരുന്നതുകൊണ്ട്. പിള്ളേരൊക്കെ ഉള്ള അമ്മമാരുടെ കാര്യം ഇതൊക്കെ തന്നെയാണ്, അവരുടെ ഇതും കൂടെ കഴിക്കാമല്ലോ. പിന്നെയും കുറച്ച് ആപ്പിൾ ജ്യൂസ് മോന്തിക്കൊണ്ട് കുറച്ചുകൂടെ ഷോ ഓഫ് കാണിച്ചു, തീർക്കണ്ടേ. പിന്നെ എനിക്ക് കിട്ടിയ ആപ്പറ്റൈസറാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതൊരു ബ്ലൂബെറിയും യോഗോട്ടും കൂടെ ചേർന്നൊരു ആപ്പറ്റൈസറാണ്. സോ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒരു പൊതുവെ പുളിപ്പുള്ള ഒരു ടൈപ്പ്
ഫുഡാണ്. വീണ്ടും എൻ്റെ കരങ്ങൾ ചൈൽഡ് മീലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത്തവണ ഞാൻ എടുത്തത് സാലഡായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുക്കുംബർ സ്ലൈസസും ടൊമാറ്റോ ഒലിവ്സും പിന്നെ ഫെറ്റ ചീസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു ആ സാലഡ് കഴിച്ചപ്പോഴേക്കും. പിന്നെ എനിക്ക് കിട്ടിയ ഡെസേർട്ട് ഐറ്റം ആയിരുന്നു മലായ് ബൂന്തി വിത്ത് പിസ്താഷ്യോ ടോപ്പിങ്സ്. സോ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടിയത് ആ ഒരു കേസറിൻ്റെ ഫ്ലേവർ ആയിരുന്നു. ബട്ട് കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ ഒരു ഡെസേർട്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ടീറസ് പാവ് പൊട്ടിക്കാൻ കാണിക്കുന്ന ഒരു പരാക്രമമാണ് നിങ്ങളീ കാണുന്നത്. അതാണെങ്കിൽ പൊട്ടുന്നുമില്ല ഒട്ടും. പിന്നെ എങ്ങനെയൊക്കെയോ പൊട്ടിച്ച് വായിലകത്തേക്ക് ഇട്ടു. അത് കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റായിരുന്നു അത്. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ നേരം കെട്ട നേരത്ത് കഴിക്കുമ്പോൾ എല്ലാം അങ്ങ് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുമെന്ന്. പക്ഷെ സംശയം ശരിയായിരുന്നു. എനിക്ക് മൊത്തത്തിൽ അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. എല്ലാം പകുതി പകുതി കഴിച്ചപ്പോൾ തന്നെ വയറ് ഫുള്ളായി. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വെള്ളവും കൂടെ പൊട്ടിച്ച് കുടിച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ റെസ്റ്റ് എടുത്തു. പിന്നെ അവരുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടിരുന്നു. അപ്പോഴേക്കും സൈഡിൽ നിന്നതേ പതുക്കെ സൂര്യനൊക്കെ തലപൊക്കി തുടങ്ങിയത് ചെറിയൊരു വെട്ടം വെളിച്ചമൊക്കെ കാണാം. അപ്പോൾ വെട്ടമൊക്കെ മൊത്തത്തിൽ വീണ് തുടങ്ങിയതിന് ശേഷം നമ്മളിതേ മണലാരണ്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട് നമ്മൾ ദുബായിലേക്ക്. ഒരു 8 മണിയോടെയൊക്കെ കൂടെ നമ്മൾ എത്തി പ്രോപ്പറായിട്ട് ദുബായിലേക്ക്. അപ്പോൾ പൈലറ്റ് ഇതേ പേടകം ഭൂമിയിലേക്ക് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ടാറ്റാ.